ഇനി റീസൺസ് ആണ്, ആസ്കിങ് റീസൺസ് ചോദിക്കാൻ നമുക്ക് വൈ, എന്തുകൊണ്ട്, എന്താണ് എന്ന അർത്ഥത്തിൽ ഏറ്റവും പ്രധാനമായിട്ടും വൈ. പിന്നെ കൂടാതെ നമ്മൾ ഹൗ കം എന്ന് പറയുന്ന പ്രയോഗമുണ്ട്, ഇത് ഒന്ന് ശ്രദ്ധിക്കണം. ഹൗ കം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൗ എങ്ങനെ, കം വന്നു അല്ലെ, അല്ലെങ്കിൽ വരിക. ഹൗ കം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ വന്നു എന്നല്ല, എങ്ങനെ സംഭവിച്ചു എന്നാണ് എൻ്റെ അത്. എങ്ങനെ ഹൗ കം ദിസ്, ഹൗ കം ദാറ്റ് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്ന അർത്ഥം കൂടിയുണ്ട്. നമ്മൾ വൈ എന്നതിന് ഈക്വലാണ് ഹൗ കം ഈക്വൽ ടു വൈ. നീ എന്തിനാ വന്നത്, വൈ ഡിഡ് യു കം എന്ന് ചോദിക്കുന്ന പോലെ ഹൗ കം യു കെയിം എന്ന് വേണമെങ്കിൽ ചോദിക്കാം നമുക്ക്. അപ്പോൾ വൈ എന്നതിന് ഈക്വലായിട്ട് നമുക്ക് ഹൗ കം യൂസ് ചെയ്യാൻ സാധിക്കും. ഫോർ വാട്ട് റീസൺ, എന്ത് കാരണത്താലാണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു പ്രയോഗമാണ്. വാട്ട് മേഡ് യു എന്ന് പറയുന്ന ഒരു പ്രയോഗം വെച്ച് നമുക്ക് ഇത്തരത്തിൽ റീസൺസ് ചോദിക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്യാൻ വേണ്ടി നിന്നെ പ്രേരിപ്പിച്ചെന്താണ്, വാട്ട് മേഡ് യു ടേക്ക് സച്ച് ഡിസിഷൻ, അങ്ങനെയുള്ള തീരുമാനം എടുക്കാൻ നിന്നെ എന്താണ് പ്രേരിപ്പിച്ചത്. അപ്പോൾ എന്താണ് നിന്നെ അങ്ങനെ പ്രേരിപ്പിച്ചത് എന്ന അർത്ഥത്തിൽ പറയാം വാട്ട് മേഡ് യു എന്ന് പറയുന്ന പ്രയോഗം നടന്നത്. അപ്പോൾ വൈ, ഹൗ കം, ഫോർ വാട്ട് റീസൺ, വാട്ട് മേഡ് യു, ഈ പറഞ്ഞ 4 തരത്തിലുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പരിശീലിക്കാം. ഹലോ എവരിവൺ, അഗൈൻ വെൽക്കം ബാക്ക് ടു അനദർ സെഷൻ ഓഫ് ദി സീരീസ്. ഇപ്പോൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. എനിവേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇന്ന് നീ എന്താണ് ചോറ് കഴിക്കാത്തത്? വൈ ആർ യു നോട്ട് ഈറ്റിംഗ് റൈസ് ടുഡേ? നീ എന്താണ് ഉത്സവത്തിന് വരാത്തത്? വൈ ആർ യു നോട്ട് കമ്മിങ് ടു ദ ഫെസ്റ്റിവൽ? ഇന്ന് അവൻ എന്താണ് വരാത്തത്? വൈ ഈസ് ഹി ആബ്സെന്റ് ടുഡേ? അവൾ എന്തിനാണ് ക്ലാസ് മുറിയിൽ കരഞ്ഞത്? വൈ വാസ് ഷി ക്രൈയിങ് ഇൻ ദ ക്ലാസ് റൂം? റേഷൻ കടയ്ക്ക് സമീപം ആളുകൾ എന്തിനാണ് കാത്തു നിന്നത്? വൈ വർ പീപ്പിൾ വെയിറ്റിംഗ് നിയർ ദ റേഷൻ ഷോപ്പ്? നീ എന്താ വൈകിയത്? ഹൗ കം യു വർ ലേറ്റ്? ആരും മറുപടി പറയാത്തത് എന്തുകൊണ്ടാണ്? ഹൗ കം നോ വൺ ഈസ് ആൻസറിങ്? ആരും തെറ്റ് ശ്രദ്ധിക്കാത്തത് എന്തുകൊണ്ടാണ്? ഹൗ കം നോബഡി നോട്ടീസ് ദ മിസ്റ്റേക്ക്? അവൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ജോലി പൂർത്തിയാക്കിയത്? ഹൗ കം ഷി ഫിനിഷ് ദ വർക്ക് സോ ക്വിക്ക്ലി? അവൻ എങ്ങനെയാണ് ഇത്ര ഒഴുക്കോടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നത്? ഹൗ കം ഹി സ്പീക്സ് ഇംഗ്ലീഷ് സോ ഫ്ലുവൻലി? എന്ത് കാരണത്താലാണ് അവൻ ജോലി രാജിവെച്ചത്? For what reason did he resign from his job? എന്ത് കാരണത്താലാണ് അവൾ ഓഫർ നിരസിച്ചത്? For what reason did she refuse the offer? എന്ത് കാരണത്താലാണ് പ്രോജക്റ്റ് വൈകുന്നത്? For what reason is the project delayed? എന്ത് കാരണത്താലാണ് ഇന്ന് കട അടച്ചിരിക്കുന്നത്? For what reason is the shop closed today? എന്ത് കാരണത്താലാണ് നീ ഇത്ര നേരത്തെ പോകുന്നത്? For what reason are you leaving so early? മത്സരത്തിൽ നിന്ന് പിന്മാറാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? What made you give up on the competition? ദിവസേന വ്യായാമം ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? What made you start exercising daily? നിങ്ങളെ ഇത്ര ഉറക്കെ ചിരിപ്പിച്ചത് എന്താണ്? What made you laugh so loudly? അവനെ വിശ്വസിക്കാൻ പ്രേരിപ്പിച്ചത് എന്താണ്? What made you trust him? ആ കഥ വിശ്വസിക്കാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്താണ്? What made you believe that story? Okay, thank you. That's it for today.